താമരശ്ശേരിയിൽ 9 വയസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല, നെഞ്ചടിച്ച് ഡോക്ടർമാർ. കഴിഞ്ഞ ഓഗസ്റ്റ് 14-ാം തീയതി കോഴിക്കോട് താമരശ്ശേരിയിൽ മരണമടഞ്ഞ 9 വയസ്സുകാരിയായ 4-ാം ക്ലാസ്സുകാരിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയെ തുടർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കുട്ടിക്ക് മതിയായ ചികിത്സ നൽകിയിട്ടില്ലെന്നാരോപിച്ച് അച്ഛൻ സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിൽ സനൂപ് ജയിലിൽ തുടരുന്നതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത്. നേരത്തെ 9 വയസ്സുകാരിയായ അനയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരിച്ചതെന്നായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് അനയയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നത്. പോസ്റ്റ്മോർട്ടത്തിനിടെ കുട്ടിയുടെ നട്ടലിൽ നിന്ന് ശേഖരിച്ച സ്രവത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അനയയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ലെന്നായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ തൻ്റെ കുഞ്ഞിന് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് സനൂപ് ഡോക്ടർ വിപിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ അന്ന് ശ്രമിച്ചത്. ഈ മാസം 11-നാണ് തലയ്ക്ക് വെട്ടേറ്റ ഡോക്ടർ വിപിൻ ആശുപത്രി വിട്ടത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ ഡോക്ടർ. തലയ്ക്ക് 8 സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റ ഇദ്ദേഹത്തിന് സർജറി ചെയ്തിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി സനൂപിനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വധശ്രമത്തിന് പുറമെ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുക, ആശുപത്രി സംരക്ഷണ നിയമത്തിലെ 3-4 വകുപ്പുകളും കൂടി ചുമത്തിയിട്ടുണ്ട്. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പോലെ കുട്ടിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം അല്ലെന്നും ചികിത്സാ പിഴവാണ് കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുവാൻ ഇടയാക്കിയതെന്നും ആരോപിച്ചായിരുന്നു പിതാവ് സനൂപ് ഡോക്ടറായ വിപിന് നേർക്ക് ആക്രമണം നടത്തിയത്. ഇതോടെ ആശുപത്രി അധികൃതരുടെ വാദം പൊളിഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 14-നായിരുന്നു 9 വയസ്സുകാരിയായ അനയ മരിച്ചത്. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും അനയയുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. താലൂക്ക് ആശുപത്രിയിൽ തൻ്റെ കുഞ്ഞിന് വേണ്ടുന്ന ചികിത്സ നൽകാതെ ആ വിലപ്പെട്ട സമയം ഡോക്ടർ പാഴാക്കി കളഞ്ഞു, അതാണ് രോഗം മൂർച്ഛിക്കുവാൻ ഇടവരുത്തിയതെന്നും പറഞ്ഞാണ് അതിന് കാരണക്കാരനായ ഡോക്ടറെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ കുട്ടിയുടെ പിതാവ് ആശുപത്രിയിലെത്തിയത്. കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചെന്നായിരുന്നു ആശുപത്രിയുടെ വാദം. എന്നാൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മകൾക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൾക്ക് രോഗം സ്ഥിരീകരിച്ചതിലും മകളുടെ മരണത്തിലും തനിക്ക് സംശയമുണ്ടെന്നും സനൂപ് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒക്ടോബർ 8-ാം തീയതി സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വിപിന്റെ തലയ്ക്ക് കൊടുവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തലയോട്ടിയുടെ പുറമെയുള്ള ഭാഗത്താണ് ഡോക്ടർ വിപിന് പരിക്കേറ്റത്. മറ്റൊരു ഡോക്ടറെ ആക്രമിക്കുവാനായിരുന്നു സനൂപ് ലക്ഷ്യമിട്ടതെങ്കിലും ആളുമാറിയാണ് ഡോക്ടർ വിപിന് വെട്ടേറ്റതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഒരു ബാഗിൽ വെട്ടുകത്തിയുമായി തൻ്റെ കുട്ടികളുമൊത്താണ് സനൂപ് ഡോക്ടറെ ആക്രമിക്കുവാൻ ആശുപത്രിയിലെത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ i2 ന്യൂസ് ലഭിച്ചത് കാണുക.
ഡോക്ടറെ ആശുപത്രിയിലെത്തി ആക്രമിച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. പ്രതിയായ സനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വെട്ടേറ്റ ഡോക്ടർ ബിബിൻ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.